ഹലോ ഡേയ്സ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ആഗോള മാർക്കറ്റ് എല്ലാം തന്നെ ഓടി തളർന്ന ഒരു കുതിരയെ പോലെ ഒരു പോസ് ചെയ്തിരിക്കുകയാണ്, ഒന്ന് വിശ്രമിക്കുകയാണ്. US മാർക്കറ്റിൽ ഈ ഒരാഴ്ച ഒരുപാട് ഈവൻറ്റുകൾ വരുന്ന ഒരു ആഴ്ചയാണ്. US മാർക്കറ്റ് വളരെയധികം ബിസിയാണ് ഈവൻറ്റ് കാരണം. ഓരോരോ US മാർക്കറ്റിലുള്ള ഈവൻറ്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. തിങ്കളാഴ്ച ഇന്ന് ബിൽഡിംഗ് പെർമിറ്റ്, ന്യൂ ഹോം സെയിൽസ് വരുന്നുണ്ട്. കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സും കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റയും നാളെ. ബുധനാഴ്ച GDP, വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, വെള്ളിയാഴ്ച ഫെഡറൽ ബാലൻസ് ഷീറ്റ് വരുന്നുണ്ട്. ഓരോരോ ഈവൻറ്റിൻ്റെ സമയങ്ങൾ എല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഗ്ലോബൽ ഈവൻറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം ഈവൻറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആഴ്ചയാണ് US മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നെങ്കിൽ കൂടിയും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം, ഏറെക്കുറെ കാര്യങ്ങൾ നമുക്ക് ധാരണയാകും. സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നിഫ്റ്റി 22,200 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നാൽ വീണ്ടും നിഫ്റ്റി 22,117 എന്ന ലോ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ആ ലോ ബ്രേക്ക് ചെയ്ത് 22,076, വീണ്ടും അവിടെ നിന്ന് ഹൈ പോയി 22,160, വീണ്ടും ആ ഒരു ഹൈ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു 22,117. അതായത് മൾട്ടിപ്പിൾ ടൈം 22,100, 17 വിട്ടാൽ 22,100 എന്ന് പറഞ്ഞ റേഞ്ച് മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്ത് നിഫ്റ്റി അവിടെ തന്നെ ക്ലോസ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റി ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി മാത്രമല്ല, നിഫ്റ്റി 90 പോയിൻറ്റ്, സെൻസെക്സ് 352 പോയിൻറ്റ്, നിഫ്റ്റി ബാങ്ക് 235 പോയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കണ്ടിട്ടുള്ളത്. NSEയിൽ 852 കമ്പനീസ് മാത്രമാണ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചോളൂ. 1353 കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് L&T 2.5%, പവർ ഗ്രിഡ് 2%, അദാനി എൻ്റർപ്രൈസസ് 1.5%, BPCL 1.5%, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് 1.5%-അടുത്ത് റാലി രേഖപ്പെടുത്തിയപ്പോൾ ഏഷ്യൻ പെയിൻറ്റ് 4%, അപ്പോളോ ഹോസ്പിറ്റൽ 3%, ഹിൻഡൽകോ 3%, ടാറ്റ സ്റ്റീലും ടൈറ്റാൻ തുടങ്ങിയ കമ്പനീസും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നമുക്ക് നേരെ നമ്മളുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ പ്രധാനപ്പെട്ട ന്യൂസുകൾ നമുക്ക് നോക്കാം. ഈ ഒരു ഞായറാഴ്ചയാണ് കൊച്ചിയിലുള്ള ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. അടുത്ത ഞായറാഴ്ച കോഴിക്കോടും ഉണ്ട്. അപ്പോൾ ക്ലാസ് റൂമിൽ ഇരുന്ന് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യമായിട്ടുള്ളത് L&T എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രമുഖരായിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനി എന്നെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. അപ്പോൾ ഇവർക്ക് ജക്കാർത്തയിൽ നിന്ന് ഒരു വലിയൊരു റെയിൽവേ പ്രൊജക്റ്റിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ജാപ്പനീസ് കമ്പനിയായിട്ടുള്ള സോജിസ് കോർപ്പറേഷനും L&Tയും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ജക്കാർത്തയിൽ ഉള്ള ഈ ഒരു മെഗാ റെയിൽവേ പ്രൊജക്റ്റ് കമ്പനി ചെയ്യുന്നത്. ഏഷ്യൻ പെയിൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ്, CLSA എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഏഷ്യൻ പെയിൻറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്തെന്നുള്ള ന്യൂസ് കാരണമാണ് ഇന്ന് ഏഷ്യൻ പെയിൻറ്റ് നിഫ്റ്റി 50യിൽ ടോപ്പ് ലൂസേഴ്സിൽ ഇടം പിടിച്ചിട്ടുള്ളത്. റെയിൻ ഇൻഡസ്ട്രീസ് Q3 റിസൾട്ട് വന്നിരുന്നു, രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ മോശം റിസൾട്ട്, കമ്പനി ലോസാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ഏകദേശം 10%-അടുത്ത് റെയിൻ ഇൻഡസ്ട്രീസ് ഫോളായി. IPO വരുമ്പോൾ മുക്ത പ്രോട്ടീൻ IPO ഫെബ്രുവരി 29 ഓപ്പൺ ആവുന്നുണ്ട്. പ്രൈസ് റേഞ്ച് 26 മുതൽ 28 വരെയാണ്. ഈ ഒരാഴ്ച 5 പുതിയ കമ്പനീസ് IPOയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 കമ്പനീസ് ഈ ഒരാഴ്ച ലിസ്റ്റും ചെയ്യുന്നുണ്ട്. ടൂറിസം ഫിനാൻസ് കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്, 200 കോടി രൂപ കമ്പനി സമാഹരിക്കുകയാണ്, ക്യാപിറ്റൽ സമാഹരിക്കുന്നുണ്ട് വികസന പ്രവർത്തനത്തിന് വേണ്ടി എന്നുള്ള ന്യൂസ്. Paytm ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. Paytmനെ ഒരു ലെൻഡിങ് പ്ലാറ്റ്ഫോം പ്രൊവൈഡറായിട്ട് പരിഗണിക്കുന്ന ഒരു RBI ഉപദേശം തേടിയിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയാണുള്ളത്. അപ്പോൾ Paytmന് ഈ ലെൻഡിങ് പ്ലാറ്റ്ഫോം പ്രൊവൈഡറായിട്ട് റെസ്യൂം ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള ന്യൂസൊക്കെ വരുന്നുണ്ട്. SBI മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ SBI ഇൻഫോസിസിനെ പിന്തള്ളി മുൻനിര കമ്പനി ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ SBIക്ക് 5ാം സ്ഥാനമാണുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, TCS, കൂടാതെ HDFC ബാങ്ക്, ICICI ബാങ്കിന് ശേഷം ഇപ്പോൾ SBI മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ 6.89 ലക്ഷം കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ആയി എന്നുള്ളതാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായിട്ടുള്ള SBIനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്. ഓർക്കിഡ് ഫാർമ ഇവിടെ
മെഡിസിന് യൂറോപ്യൻ യൂണിയൻ അംഗീകാരം കൊടുത്തു എന്നുള്ള ന്യൂസ്. ഗ്രാസിം ഇൻഡസ്ട്രീസ് ഏകദേശം ഒരു 10,000 കോടി രൂപ മുടക്കി ഇവരൊരു പുതിയ പെയിൻറ്റ് ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് ഏഷ്യൻ പെയിൻറ്റ് ഇന്ന് 3% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഈ ഒരു പെയിൻറ്റ് മേഖലയിൽ മത്സരം വളരെ ശക്തമായിട്ട് മുറുകി. NBCC കമ്പനി ഹഡ്കോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പുതിയ കൺസൾട്ടൻസി സർവീസുകൾ ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസ് മാത്രമല്ല അദാനി ഗ്രീൻ ഇന്ന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഊബർ സിഇഒയും അദാനിയും തമ്മിലുള്ള ചർച്ചകൾ നടന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസായിരുന്നു. അപ്പോൾ ഊബറിൻ്റെ ഗ്രീൻ എനർജി ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അദാനി ഗ്രീനായിട്ട് ചർച്ചകൾ നടന്നിട്ടുള്ളത്. കാനറ ബാങ്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 5:1 എന്ന റേഷ്യോയിലാണ്. ഒരു സ്റ്റോക്ക് 5 വിഭജിക്കും. ഇത്തരം വിഭജനം ചെയ്യുന്നതിലൂടെ കമ്പനിയിൽ കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവും. അലൻകിറ്റ് കമ്പനി 22 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ട് ഉള്ള ന്യൂസ്. വിപ്രോ നോക്കിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് പ്രൈവറ്റ് സെഗ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള 5G സർവീസ് ചെയ്യാനായിട്ട് ഇരു കമ്പനികളും ധാരണയായി. ഹിൻഡ് റെക്ടിഫൈസ് കമ്പനി 200 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. PNC ഇൻഫ്ര കമ്പനി 700 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. PNC ഇൻഫ്ര ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. ITA കമ്പനി ലേഗ വയർലെസ് ആയിട്ട് കൊളാബ് ചെയ്തിട്ട് 5G സൊല്യൂഷൻസ് എല്ലാം തന്നെ ചെയ്യാനായിട്ട് ഇരു കമ്പനികളും ധാരണയായിട്ടുണ്ട്. ITAയും ഇന്ന് സ്ലൈറ്റ്ലി റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇനി നമുക്ക് നാളെ നോക്കുമ്പോൾ ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് നാളെ ഉള്ളത്. ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിനുശേഷം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഫിനാൻഷ്യൽ നിഫ്റ്റി സ്പോട്ടുള്ളത് 20,600 എന്ന റേഞ്ചിലാണ്. PCR 0.8, പുട്ട് ഷോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ കോൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട് 2.75 ക്രോഡ്സ്. മേജർ റെസിസ്റ്റൻസ് സോൺ വരുന്നത് 20,800, 20,900, 21,000 ആണ്. സപ്പോർട്ട് സോൺ കൃത്യമായിട്ടൊരു സപ്പോർട്ട് സോൺ ഇല്ല. ഒരുപാട് റേഞ്ച് ഓരോ 50 പോയിൻ്റ് ഇടവേളകളിലും ഓരോ പുട്ട് ഓപ്ഷൻ എല്ലാം തന്നെ ഒരേ അളവിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. താരതമ്യേന കോൾ ഷോർട്ട് ചെയ്ത ആളുകൾ എണ്ണം കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ് 4% ഉയർന്നു 15.6. MOX റഷ്യൻ മാർക്കറ്റ് ഗ്രീനിലാണ്. FTSE CAC 40 ഡാക്സ് തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ആണ് വിത്ത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ബിറ്റ്കോയിൻ 600 പോയിൻ്റ് ഇടിഞ്ഞ് 51,000. ഡോ ഫ്യൂച്ചർ റെഡിലാണ് ഉള്ളത്. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ മിക്സഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ഏറ്റവും ടോപ്പിൽ കാണാം ഗോൾഡ് $2,031 പെർ ഔൺസ്. അതിന് താഴെ ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 82.91 ബ്രന്റ് ഓയിൽ $81.34 പെർ ബാരൽ എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. ഓപ്ഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഫാർ OTM സ്ട്രൈക്കുകളൊക്കെ അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് ബ്രോക്കറിൽ ലഭ്യമാണ്. അപ്പോൾ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന ലിങ്കിൽ, അതായത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ IPO ഡീറ്റെയിൽസ് കൂടാതെ തന്നെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ വിശദമായിട്ടുള്ള പ്രീ മാർക്കറ്റ് ന്യൂസായിട്ട് നാളെ രാവിലെ 7:00 കാണാം. എല്ലാവർക്കും ശുഭരാത്രി.